ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. അൽഹംദുലില്ലാഹ് ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ചായയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഞാൻ മാത്രമേ കുടിക്കാൻ ബാക്കിയുള്ളൂ. അപ്പോൾ അവൾക്ക് ചോറ് കൊണ്ടുപോകണമല്ലോ, അപ്പോൾ ഞാൻ പെട്ടെന്നൊരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ തേങ്ങയൊക്കെ ഒന്ന് പൂണ്ടുങ്ങാണ്ട് മിക്സിൻ്റെ ജാർക്ക് ഇട്ടുകൊടുത്ത് ഒരു സ്പൂൺ മുളകും പൊടിയും കുരു കളഞ്ഞങ്ങാണ്ട് കുറച്ച് പുളി ഇട്ടുകൊടുത്ത്. പുളി കുരു കളയണം കേട്ടോ, അല്ലെങ്കിൽ മിക്സിൻ്റെ ബ്ലേഡൊക്കെ പോകും. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ടെടുത്ത് പാകത്തിന് ഉപ്പിട്ടെടുത്ത് കണ്ട് ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരിക. പിന്നെ ഒരു 3-4 പോണ ചീരുള്ളി ഉണ്ടല്ലോ, അത് ഇട്ടെടുത്തിക്കണം. പിന്നെ കറിവേപ്പിൻ്റെ ഇല ഇടുമ്പം കുറച്ച് അധികമായിട്ട് ഇട്ട് കൊടുക്കണം. കറിവേപ്പിൻ്റെ ഇലൻ്റെ ടേസ്റ്റും കൂടി ഉണ്ടാകുമ്പോൾ നല്ല രസമാണ് ഈ ചമ്മന്തി. ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടേ. നല്ലോണം അരഞ്ഞു പോവുകയും ചെയ്യരുത്. രാവിലെ ചായക്ക് കടി പുട്ടും കടലക്കറിയും ഇട്ടു. അപ്പോൾ അതിന് കുറച്ച് കടല മാറ്റിയെടുത്തുകൊണ്ട് ഉള്ളിയും തക്കാളി വഴറ്റിങ്ങാണ്ട് അങ്ങനെ ഒരു കൂട്ടാനും ഉണ്ടാക്കിയെടുത്തു. പിന്നെ കുറച്ച് അച്ചാറും വെച്ചെടുത്തു. അപ്പം ഇന്ന് നാണിപ്പാക്ക ലീവാക്കിങ്ങാണ്ട് മോനുമാണ് കേട്ടോ റൂട്ടിൽ പോണത്. അപ്പം മോനുവിൻ്റെ കൂടെ 2 ആൾ മറ്റോ ഓടി മുന്നിൽ പോയി, ഇവൻ പിന്നാലെ ഓടി പോകുന്നുണ്ട്. അവൻ കാണാതെ കുറേ ഒളിച്ച് നിന്ന് അവൻ്റെ മുന്നിൽ മറ്റവനവിടെ എത്തിക്കണം. ഇപ്പോൾ ഓടിപ്പോവുകയാണ്. ഇപ്പോൾ അവൻ പോകുമ്പം താഴ്ന്നൊരു കൂട്ടുന്നൊലോളി ഉണ്ടാവും. നാണിപ്പാക്ക കടയിലുണ്ട്. അങ്ങനെ ഭാവിയും സ്കൂളിൽ പോവുകയാണ്. അങ്ങനെ എല്ലാവരും പോക്കും കഴിഞ്ഞിട്ടെ ഞാൻ ചായ കുടിക്കണം. എനിക്ക് സമയം 9 മണി ആവണം കുടിക്കാൻ. അപ്പോൾ ഞാൻ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആട്ടപ്പോൾ ചെയ്യണത് രാവിലെ 9 മണിക്ക് ഫുഡ് കഴിച്ചാൽ രാത്രിയല്ല വൈകുന്നേരം 5 മണിക്ക് ഫുഡ് സ്റ്റോപ്പ് ചെയ്യുക. വെയിറ്റ് ഒരു 3-4 കിലോനും കൂടി കുറക്കണം എന്നുണ്ട്. ഇപ്പോൾ 4 കിലോ കൂടിയിരിക്കണം, അതൊന്ന് കുറച്ചെടുക്കണം. അപ്പം അങ്ങനെ മീനിന്ന് മത്തിയട്ട കിട്ടിയത്. മത്തിയൊക്കെ നല്ലോണം ക്ലീൻ ചെയ്തുകൊണ്ട് ഞാൻ കുറച്ച് പൊരിക്കാൻ എടുക്കുകയാണ്. അപ്പോൾ ഞാൻ മുളകും പൊടി ഇടാതെ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതേപോലെ പെരുംജീരകത്തിൻ്റെ പൊടിയും കുരുമുളകും ഉപ്പിട്ടും കണ്ടാട്ടോ അങ്ങനെ പൊരിച്ചെടുക്കണത്. കുറച്ച് വിനാഗിരി ഉണ്ടല്ലോ നമ്മളെ സുർക്ക, അതും ഒഴിച്ചു കൊടുത്തേക്കണം. വെളുത്തുള്ളിയും വേണം. അതൊരു പേസ്റ്റാക്കിയാണ്ട് ഞാൻ കട്ടാക്കി വെച്ചതാണല്ലോ. അപ്പോൾ ആ കട്ടൊന്ന് മെൽറ്റ് ആവാൻ അതിൻ്റെ മുളക്ക് ഇട്ട് കൊടുത്തിക്കണം. ഒരു 10 മിനിറ്റ് കൊണ്ട് അത് മെൽറ്റായി വരും. അപ്പോൾ കുറച്ച് മീൻ എടുത്തുകൊണ്ട് നമുക്ക് തേങ്ങ അരച്ചുകൊണ്ട് ഒരു മീൻ കറി ഉണ്ടാക്കിയെടുക്കാം. അപ്പം എൻ്റെ സ്ഥിരം പരിപാടിയാണല്ലോ തേങ്ങ പുളൽ. അപ്പോൾ ഞാൻ ഒരു അരമുറി തേങ്ങ പൂണ്ടുങ്ങാണ്ട് മിക്സിൻ്റെ ജാർക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ വെളുത്തുള്ളി ചെറിയുള്ളി അത് 2-3 പോണ അങ്ങനെ ഇട്ടിക്കണം കേട്ടോ. പിന്നെ ഒരു തക്കാളി, പിന്നെ 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 2 സ്പൂണ് മുളകും പൊടി, ഒരു 3 സ്പൂണ് മല്ലിപ്പൊടി. പിന്നെ ഇതൊക്കെ പെരുംജീരകത്തിൻ്റെ പൊടി ഉണ്ടല്ലോ, അതൊരു 1 സ്പൂണ് അതും ഇട്ട് കൊടുത്തേക്കണം. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ടെടുത്തുകൊണ്ട് ഒന്ന് ക്രഷ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ചിരവിയ തേങ്ങയാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ട് അങ്ങനെ അരച്ചെടുക്കുക. അപ്പോൾ ഞാനിതൊക്കെ വെള്ളത്തിന് പുളി പിഴിഞ്ഞുകൊണ്ടുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലോണം ഫൈനായിട്ട് അരച്ചു കൊണ്ടുവരിക. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ മീൻ കറിയാണ് കേട്ടത്. നമുക്ക് സ്റ്റൗവിൽ വെച്ചെടുത്താണ്ട് ഒന്ന് തിളച്ചിട്ട് വേണം മീനിട്ട് കൊടുക്കാൻ. അപ്പോൾ 4 കാന്താരിമുളക് ഞാൻ കീറാതെ അങ്ങനെ ഇട്ടെടുത്ത് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ടെടുത്തു. ഇനി നമുക്ക് മീനൊക്കെ ഇട്ട് കൊടുക്കാം. മത്തി ആയതുകൊണ്ട് പെട്ടെന്ന് വേകുമല്ലോ. അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് സിമ്മിലാക്കിയാണ്ട് മക്കളെ കുളിപ്പിക്കാൻ പോയിട്ട് അപ്പോൾ അതിനെ കുറച്ച് വറ്റിക്കണം.
താത്ത സിയോ അനക്കും വരണോ എന്നാ നീച്ച് സിയു ചെറുപ്പോ സ്പൈഡർമാൻ ഊരലില്ല കേട്ടോ, അത് ഊര അലക്കുക മിഷീനിലിട്ട് ഉണക്കുക, ഒന്ന് വെയിലുണ്ടെങ്ങാണ്ട് പിന്നെ ഇടുക തന്നെയാണ് അവൻ്റെ സ്ഥിരം പരിപാടി. ഇപ്പം അതുമാണ് അതിൻ്റെ ഒരു അഡിക്റ്റ് ആയിക്കണ്. ആദ്യമൊക്കെ പിന്നെയും കുറച്ച് വാശി കമ്മി ആയിക്കണ്, പറഞ്ഞാൽ മനസ്സിലാവൽ തുടങ്ങിക്കണം. മറ്റവന് തീരെ മനസ്സിലാവണില്ല, അവന് അതെന്തായാലും വേണം. അങ്ങനെ ഓല പോക്കൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെ ഇത് 10 മിനിറ്റ് അരമണിക്കൂർ വയ്ക്കണം കേട്ടോ. അപ്പോൾ തന്നെ നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ അതൊക്കെ നല്ലോണം അലിഞ്ഞ് വന്നിക്കണം. അപ്പോൾ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ മീനൊരു 7 മണിയാകുമ്പോഴത്തേന് മീൻ കിട്ടും കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് നമ്മളെ പരിപാടികളൊക്കെ കഴിയും. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനും വോയിസ് കൊടുക്കാനൊക്കെ. ചോറും കൂട്ടാനായാൽ പിന്നെ കുറച്ച് ക്ലീനിങ് ബാക്കി ഉണ്ടാവും, അതും കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ പണിക്ക് അങ്ങനെ നിൽക്കാമല്ലോ. ഇടയിൽ കയറ്റിന് വർക്ക് ഉണ്ടെങ്കിൽ ഇതൊന്നും നടക്കൂല. അപ്പോൾ ഞാൻ രാത്രിക്കാരും വോയിസ് കൊടുക്കലും എഡിറ്റ് ചെയ്യലൊക്കെ. മീൻകറിയൊക്കെ ഉള്ളിയൊക്കെ അരിഞ്ഞാണ്ട് തൂമിച്ചെടുത്തു. അപ്പം നമ്മളെ മീൻകറി സെറ്റായിട്ടോ, നല്ല അടിപൊളി മീൻകറിയാണ്. അപ്പോൾ എല്ലാവരും ഇതേമാതിരി ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ക്ലീനിങ് ഉണ്ടായിന്, അതും കഴിഞ്ഞ് പിന്നെ കുളിയും ഒക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് എഡിറ്റിങ് ഉണ്ടായിന്. അപ്പം നമസ്കാരമൊക്കെ കഴിഞ്ഞങ്ങാണ്ട് പിന്നെ 2 മണി ആയിക്കണം. ഇനി ചോറൊക്കെ ആയിക്കട്ടെ. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചാൽ വൈൻഡപ്പ് ചെയ്താലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.